ലതികകൾ തളിരണിയുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിതികളിലെഴുതിയ കവിത തന്നഴകിഴും ശ്രീലതികകൾ തളിരണിയുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിതികളിലെഴുതിയ കവിത തന്നഴകിഴും ശ്രീലതികകൾ തളിരണിയുലയവേ പാടുമൊരു രാഗമായുണരു നീ പൂരികൻ തരളനാദമായി മധുരഭാവമായി ഹൃദയഗീതമായി വരിക ഏഴു സാഗരവുമേറ്റു പാടുമൊരു രാഗമായുണരു നീ സരിമ സരിമ പ സരിമ പനി സരിമ പനി സ സരിമ പനി സരി മ പനി സരിമ പ ശ്രീലതികകൾ തളിരണിയുലയവേ നിറനിലാവുപോൽ വരിക ഏഴു പൊൻതിരികൾ പൂത്തു നിൽക്കുമൊരു ദീപമായുണരു നീ പമരി പമരി സ പമരി സനി പമരി സനി പ പമരി സനി പമ പമരി സനി പമ സാ ആ ആ തളിരണിയുലയവേ വാ കിളിമകളെ തേൻ കുളിർമൊഴിയേ അറിയൊരിയൂ ഞാൻ അതിലിരുന്നാടു കനകലിതികളിലെഴുതിയ കവിത തന്നഴകിഴും ശ്രീലതികകൾ തളിരണിയുലയവേ ശ്രീലതികകൾ തളിരണിയുലയവേ ശ്രീലതികകൾ തളിരണിയുലയവേ. ചോദിക്കാം നമുക്ക് ജഡ്ജസിനോട്. ശ്രീനിസ. ശ്രീരാജ് ഉഗ്രനായിട്ട് പാടി. എനിക്ക് സന്തോഷം എന്ന് പറഞ്ഞാൽ ഏലേ ലേലമ്മ ഏലേ ലേലമ്മ ആ പാട്ടും ഏലേലമ്മ ഓക്കെ ഏലേലമ്മയും അങ്ങനെ അങ്ങനെ അതും പാടി ഈ പാട്ട് പാടി എന്നുള്ളതാണ് സൂപ്പർ വെർസറ്റാലിറ്റി. ഇത് കുറച്ച് ഹൈ നോട്ട്സ് പോകുമ്പോൾ നന്നായിരുന്നു, ബട്ട് കുറച്ച് നേസലായി, ലിറ്റിൽ ബിറ്റ് നേസലായി. കുറച്ചും കൂടെ ബോഡി വേണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഹൈ നോട്ട്സ് പോകുമ്പോൾ. പിന്നെ കുറച്ചും കൂടെ ഫ്ലോ 100% കോൺഫിഡൻസോടുകൂടി അതോറിറ്റേറ്റീവായിട്ട് പാടിയാൽ
ഈ പാട്ട് കുറച്ചുകൂടി നന്നായിട്ട് വരും. ആ ഭാവം, കർണാട്ടിക് ഭാവം അകത്ത് കയറിയാൽ ദെൻ യു വിൽ ബി ഈവൻ ബെറ്റർ. ഓക്കെ, ഗുഡ് ലക്ക്. നൈസ്, വെരി നൈസ്. താങ്ക് യു ശ്രീനി സർ. സുജാ ചേച്ചി, നല്ല പിടിച്ച് ഗ്രിപ്പുണ്ട് വോയിസിന്, അത് വന്നിട്ടുണ്ട്. ആൻഡ് ആദ്യത്തെ ഹമ്മിങ് കുറച്ച് ഷേക്കി ആയിരുന്നു. പിന്നെ ബാക്കി സ്ഥലങ്ങളൊക്കെ നല്ലതായിരുന്നു. എനിക്ക് ഹൈ പോർഷൻ അതുപോലെ തന്നെ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ പായിൻ്റെ കൊണ്ടാണ് നേസൽ വരണത്. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ഒരു ഇത് അപ്ലൈ ചെയ്ത പോലെ തോന്നി, ടെക്നിക്ക് അപ്ലൈ ചെയ്ത പോലെ തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ സ്ഥലം. ശരിക്കും ഇവിടുന്ന് എടുത്ത ആ വ്യത്യാസം ഇങ്ങനെ ഓടിക്കളിച്ചിരുന്നു വോയിസ്, അങ്ങോട്ടും ഇങ്ങോട്ടും. ഭയങ്കര രസമായിട്ട് തോന്നിയത്. താങ്ക് യു സുജാ ചേച്ചി. ശരത് സർ. നന്നായിരുന്നു ശ്രീരാജ്. താങ്ക് യു സാർ. അപ്പോൾ നന്നായിട്ട് പാടി. പിന്നെ ആലാപ്പ് അറിയാലോ, തുടക്കത്തിലുണ്ടായിരുന്ന ആ ഒരു ഇതങ്ങ് പോയി. പിന്നെ അതൊന്ന് പാടുമോ? ആലാപ്പ് അതൊന്നും വേണ്ട മോനെ, അത് കഴിഞ്ഞിട്ടുള്ള അന്ന് പെട്ടെന്ന് ടോൺ മാറുന്നു. ചേർന്നിരിക്കണം. എന്താ ഈയാണ് ഭയങ്കര സുഖം. എല്ലാ സ്വരങ്ങളും സുഖമാണ്. എൻ്റെ പർട്ടിക്കുലർ രാഗം, ഈ ഒരു രാഗത്തിന് അപ്പോൾ അത് പ്രധാനമായിട്ട് ഒരു രാഗമായിട്ടൊരു കുറച്ചും കൂടെ ഫ്രണ്ട്ലി ആണ്. അപ്പോഴേ ഇങ്ങോട്ട് ഇങ്ങോട്ട് രീക്ക് വന്ന് വീഴത്തുള്ളൂ. പിന്നെ കുഴപ്പമൊന്നുമില്ല. ലാസ്റ്റ് ബട്ട് വൺ ശ്രുതിയിൽ കുറച്ച് മാറി നിന്ന് നോക്കിയത് അത് ശരിയായിക്കൊള്ളാം. പക്ഷെ മൊത്തത്തിൽ എനിക്ക് പാടി ഇഷ്ടമായി. താങ്ക് യു ശരത് സർ. ബിനു സാറിനോട് ചോദിക്കാം. ശ്രീരാജിൻ്റെ ടോൺ കൂടുതൽ സ്റ്റേബിളായിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പം നേരത്തെ അപേക്ഷിച്ചിട്ട്. ഹയർ നോട്ടിൽ ഇച്ചിരിയും കൂടി ഷേപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ പാട്ടിനൊന്നും കൂടി സൂട്ടായേനെ എന്നൊരു തോന്നല്. അത് ഇനി അടുത്ത പ്രാവശ്യത്തേക്ക് കൂടുതൽ ശ്രദ്ധിക്കുക. ഹയർ നോട്ട് വരുമ്പം താഴെ പാടുന്നതുമായിട്ട് ചേർന്ന് വരിക. ഇതിപ്പോൾ ഒരു വെസ്റ്റേൺ ഫീല് പോലെ എന്തോ നല്ലതായിരുന്നു. ഹയർ നോട്ട് റീച്ച് ചെയ്തപ്പോഴേ തോന്നി. അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ എൻജോയ് ചെയ്തു. താങ്ക് യു സാർ. താങ്ക് യു ബിനു സർ. നമുക്ക് മാർക്സ് അറിയാം. ശരത് സർ. ഇന്ത്യൻ വോയിസ് 2 വന്നതിന് ശേഷം ശ്രീരാജിന് വന്ന മാറ്റം എന്താണ്? ശരിക്കും മെലഡി ആയിരുന്നു എൻ്റെ സ്ട്രെങ്ത്. പക്ഷെ ഇവിടെ വന്നപ്പോൾ നേരെ തിരിച്ചു തോന്നി. ഇപ്പൊ ഏലേലമ്മയാ നമ്മുടെ സ്ട്രെങ്ത് അല്ലേ? ഏലേലമ്മ ഇപ്പൊ ഫുള്ള്. പാടിയതിന് എത്ര മാർക്ക് വേണം? ഞാൻ എത്ര എഴുതാം? 28. പറഞ്ഞ സ്ഥിതിക്ക് അത്ര ഞാൻ കൊടുക്കത്തില്ല. അതെന്തോന്ന് അങ്ങനെ? എത്ര കൊടുക്കാം ചേച്ചി? ചേച്ചി പറഞ്ഞ് ഞാൻ എഴുതാം. ചേച്ചി പറഞ്ഞ് ഞാൻ എഴുതി. പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വന്നെഴുതി തന്നെ. 27.5 on 30. Thank you, Sharath sir. Srini sir. 27.5 on 30. Thank you, Srini sir. Suja Chichi. 27.5 on 30. 82.5 on 90. ഈ 10 എത്ര മാർക്കാണെന്ന് നമുക്ക് നോക്കാം. Versatile man. Elelamma and this. 8.5 on 10. Your total overall is 91 on 100. സൗപർണികാമൃത വീചികൾ പാടും